ഹലോ ഗായ്സ്, ഞങ്ങളിങ്ങനെ വെറുതെ ബോറടിച്ചിരുന്നു. അപ്പം ഞങ്ങളങ്ങ് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ അപ്പുറത്തെ അടുത്തുള്ളൊരു കുളം ഉണ്ടായിരുന്നു. പാടൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. നല്ല അടിപൊളി കുളം. ഞങ്ങൾ പണ്ട് ഇങ്ങോട്ട് കുളിക്കാനൊക്കെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊരു പച്ച കളറായി, കാണുമ്പോൾ തന്നെ പേടിയാവും. പിന്നെ വെള്ളവും നല്ല കുറവായിരുന്നു. എന്നാൽ നല്ല അടിപൊളിയാണ്, കണ്ടിരുന്ന് ആസ്വദിക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് 2 പിക്കൊക്കെ എടുത്താൽ അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി കുളം. പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നും, കുളിക്കാനൊന്നും തോന്നില്ല കേട്ടോ. പക്ഷേ പാടത്തിൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ വൈബ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബാണ്. കുളവും നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മളുടെ പാടത്തിൻ്റെ നടുക്കൊരു ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ വാഴകൾ, തെങ്ങുകൾ, അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. പിന്നെ നമ്മളുടെ പണ്ടത്തെ പോലത്തെ എല്ലാ പൂക്കളും പൂമ്പാറ്റയൊക്കെ അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ആ പൂ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. നല്ല കാറ്റും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വൈബ് തന്നെ. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ക്യൂട്ട് ആൻഡ് അടിപൊളിയായിരുന്നു കേട്ടോ. പറയാനില്ല, നല്ല സൂപ്പറായിരുന്നു. ഞാൻ ഇങ്ങനെ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല പച്ചപ്പും അടിപൊളി, നല്ല പച്ചപ്പുള്ള പാടം. പിന്നെ ഒരു കുയ്യൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാടത്ത്. അതുകൊണ്ട് ഞങ്ങൾ കുറേ ചിരിച്ചു, ആസ്വദിച്ചു, കളിച്ചു. അടിപൊളിയായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. വെറുതെ ബോറടിച്ചിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളൊരു സ്ഥലം കൂടിയാണ് അത് കേട്ടോ. നല്ല അടിപൊളി വൈബായിരുന്നു. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ. വളരെ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു. പറയാൻ എനിക്ക് വാക്കുകളില്ല. നല്ല പച്ചപ്പ്, ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ പച്ചപ്പാണ്. നല്ല അടിപൊളി, എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.